ജോർദാൻ ടൂറിസം പിടിച്ചു നിർത്തുന്നതിലെ മെയിൻ ഘടകം പെട്ര 7 വേൾഡ് വണ്ടേഴ്സിൽ ഒന്നാണ്. ഞങ്ങൾ ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് അത്യാവശ്യം 2 കിലോമീറ്റേഴ്സോളം ഞങ്ങൾ നടന്നു പെട്രയുടെ ഈ എൻട്രൻസിലെത്താൻ. ഞങ്ങൾ മെയിൻ ട്രെയിലല്ല ചൂസ് ചെയ്തത്, കാരണം അത് 8 കിലോമീറ്റേഴ്സാണ് വൺ സൈഡ്. അപ്പോൾ 16 കിലോമീറ്റേഴ്സ് പിള്ളേരെയും പാരൻസിനെയും കൊണ്ട് ഈ ചൂടത്ത് നടക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റീഫ്രഷ്മെൻറ്റ് ഏരിയ ആണ്. ഇനിയാണ് നമ്മൾ സ്പോട്ട്സ് കാണുന്നത്. നമുക്ക് 2 സ്പോട്ട്സ് ഇവിടെ മിസ്സാവുന്നുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് മോണ്യുമെൻറ്റ് നമ്മൾ കാണുന്നത് ഖസർ അൽ ബിന്താണ്, പെട്രയിലെ തന്നെ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ദുഷറ. ഗ്രേറ്റ് ടെമ്പിളാണ് നെക്സ്റ്റ് സ്പോട്ട്. ഇതൊരു കോംപ്ലക്സ് ആണ് ആൻഡ് വൺ ഓഫ് ദ മേജർ ആർക്കിയോളജിക്കൽ ആൻഡ് ആർക്കിടെക്ചറൽ മോണ്യുമെൻറ്റ് ഓഫ് സെൻട്രൽ പെട്ര. ഇതൊരു വാസ്റ്റ് ഏരിയയിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു സൈറ്റാണ്. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഈ ബിൽഡിങ്ങിനെ തിരിച്ചിട്ടുണ്ട്. BC 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നബാത്തിയൻസ് ആണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. നബാത്തിയൻ കിങ്ഡത്തിൻ്റെ പ്രതാപകാലത്തെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു പെട്ര. 100 AD വരെ നബാത്തിയൻസ് ഇൻഹാബിറ്റ് ചെയ്തിരുന്ന പെട്ര ലേറ്റർ റോമൻസ് കൈയടക്കുകയായിരുന്നു. ഇനി കാണാൻ പോകുന്ന കൊളോണേറ്റഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നബാത്തിയൻ ക്രിയേഷനും റോമൻ ഇൻഫ്ലുവൻസും കൂടെ ഉള്ളൊരു മേർജിങ് ആണ്. ആ കോളംസൊക്കെ റോമൻസിൻ്റെ മുഖമുദ്രയാണ്. എൻഡ് ഓഫ് 5th century AD കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ചേർച്ചാണ് നെക്സ്റ്റ് സ്പോട്ട്. ഈ ചേർച്ചിൻ്റെ കൺസ്ട്രക്ഷന് പെട്രയിലെ തന്നെ പഴയ മോണ്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ മൊസൈക്ക് വർക്കാണ്. കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് സെഞ്ച്വറിയിൽ എർത്ത് ക്വേക്കിലോ ഫയറിലോ എങ്ങാണ്ട് ഈ ചേർച്ചിൻ്റെ പല ഭാഗവും നശിച്ചു പോയെങ്കിലും ഫ്ലോറിലെ മൊസൈക്ക് വർക്ക് ഇന്നും വളരെ അതിശയകരമായിട്ട് നിൽപ്പുണ്ട്. 4th century AD ഉണ്ടായിരുന്ന ഒരു മാസീവ് എർത്ത് ക്വേക്കിൽ പല ഭാഗവും പെട്രയുടെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ഇവഞ്ച്വലി ഉണ്ടായ ചേഞ്ച് ഇൻ ട്രേഡ് റൂട്ട്സും ഡൗൺഫോൾ ഓഫ് ദി സിറ്റിക്ക് കാരണമായി. അൾട്ടിമേറ്റ്ലി പെട്ര അബാൻഡൻഡും ഫൊഗോട്ടനുമായി. ഓൾമോസ്റ്റ് 500 ഇയേഴ്സോളം ഹിഡൻ ആയി കിടന്ന പെട്ര 19th century ഒരു സ്വിസ് എക്സ്പ്ലോററാണ് റീഡിസ്കവർ ചെയ്തത്. $450 years ഓൾഡായിട്ടുള്ള വൈൽഡ് പിസ്താഷ്യോ ട്രീ ഉള്ള ഈ സ്പോട്ടാണ് നിംഫായം. പണ്ട് പബ്ലിക് ഫൗണ്ടെയിൻ ആയിരുന്ന ഒരു സ്ഥലം. റോയൽ ടൂംസ്, ക്ലസ്റ്റർ ഓഫ് ടൂംസ് ആണിത്. വലിയ റോക്കിൽ കൊത്തി ഉണ്ടാക്കിയ ഡിഫറെൻറ്റ് ടൂംസ്. ഇത് എക്സ്ട്രീംലി മാഗ്നിഫിഷ്യൻ ആൻഡ് ഹ്യൂജ് ആണ്. ഇവിടുത്തെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള വാളും റൂഫും ഒക്കെ നമ്മളെ അസ്റ്റോണിഷ്ഡ് ആക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇതൊക്കെ ചെയ്തത് 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. പെട്രയിലൂടെ നടക്കുമ്പം നമുക്ക് തോന്നുന്ന ഒരു കാര്യം, പെട്ര ഇസ് റിയലി ബിഗ്. ടൂംസ്, പബ്ലിക് ബിൽഡിങ്സ്, മെയിൻ സ്ട്രീറ്റിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ബിൽഡ് ചെയ്തത് വലിയ ജയൻസിന് വേണ്ടിയിട്ടാണ്. വേറൊരു പ്രധാന കാര്യം, ഇത് ഒരു മാർബിൾ പീസോ അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റ് പീസോ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ബിൽഡ് ചെയ്യുന്നതല്ല. അവിടെയുള്ള ഹ്യൂജ് റോക്സ് കൊത്തി ഉണ്ടാക്കി എടുക്കുന്നതാണ്. സോ ഇഫ് അറ്റ് ഓൾ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ആ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. ലോകത്തിൽ റോക്കിൽ കാർവ് ചെയ്ത ഒരേ ഒരു തിയേറ്റർ ഇതാണ്. 4000 സ്പെക്ടേറ്റേഴ്സിന് അറ്റ് എ ടൈം ഇവിടെ ഇരിക്കാൻ പറ്റും. ഇനിയുള്ളത് ദ ഹൈ പ്ലേസ് ഓഫ് സാക്രിഫൈസ് ആണ്. ഇങ്ങനെ റോക്കി സ്റ്റെപ്സ് ഉണ്ട്. ഇത് കയറി ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ മൗണ്ടൻ്റെ മുകളിൽ ഒരു സാക്രിഫൈസ് പ്ലേസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടം വരെ ഒന്നും പോയില്ല. ജസ്റ്റ് അതിന് കുറച്ച് മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു പോന്നു. ഒരു റോ ഓഫ് മോണ്യുമെൻ്റൽ നബാത്തിയൻ ടൂംസിനെയാണ് ദ സ്ട്രീറ്റ് ഓഫ് ഫെസേഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആ സ്പോട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ദ ട്രഷറി. പെട്രയുടെ ഫേസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണിത്. അൽ ഖസ്ന എന്ന് ഇതിൻ്റെ പേരുണ്ട്. സീക്ക് എന്ന് പറഞ്ഞ പെട്രയുടെ ഓപ്പണിംഗ് ഈ ട്രഷറിയിലേക്കാണുള്ളത്. മോസ്റ്റ് മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫസേഡാണ്. ഓൾമോസ്റ്റ് 40 meters ഹൈ ആയിട്ടുള്ള ഈ ടൂമ്പിന്
ഇൻട്രിക്കേറ്റ് ഡെക്കറേഷൻസ് ആണ് ഉള്ളത്. ഇനി ദ സീക്കാണ്, നാരോ ആയിട്ടുള്ള എൻട്രൻസ് ടു പെട്ര. സീക്ക് ഉണ്ടായത് നാച്ചുറൽ സ്പ്ലിറ്റിംഗ് ഓഫ് ദ മൗണ്ടെയ്ൻസ് കാരണമാണ്. ഇത് ഓൾമോസ്റ്റ് 1.2 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള സ്പ്ലിറ്റാണ്. പെട്രയിലൊക്കെ ഉള്ള ഒരു ഡ്രമാറ്റിക് എൻട്രി വേ മാത്രമല്ല, ഈ സീക്കിൽ നമുക്ക് പെട്രയുടെ പാസ്റ്റും കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് എ പേവ്ഡ് റോഡ്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ചാനൽസും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ നബാത്തിയൻസ് ഹൈഡ്രോളജിക്കൽ എൻജിനീയറിങ്ങിൽ ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു. അവരുടെ ഇറിഗേഷനും വാട്ടർ സ്റ്റോറേജും വാട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും ടോപ്പ് നോച്ചായിരുന്നു. ഇത് നബാത്തിയൻസ് ഉണ്ടാക്കിയിരുന്ന ഡാമിൻ്റെ രൂപങ്ങളാണ്. സ്റ്റിൽ അത് നമുക്ക് യൂസ്ഫുള്ളാണ്. മഴയൊക്കെ പെയ്യുമ്പം സീക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വാട്ടർ ഫ്ലോ ചെയ്ത് പോകും. ആൻഡ് ദിസ് ഈസ് വെയർ ദ സീക്ക് സ്റ്റാർട്ട്സ്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണല്ലോ വന്നത്. ഇതാണ് ഓപ്പണിങ്. ഇവിടെ നിന്നാണ് സീക്ക് തുടങ്ങുന്നത്. ഈ നടന്നിട്ടാണ് പെട്രയുടെ അകത്തേക്ക് പോകുന്നത്. ഇത് ലാസ്റ്റ് സ്പോട്ടാണ് ദ ജിൻ ബ്ലോക്സ്. ഇവിടെയൊക്കെ ചെറിയ പേപ്പർ ബാഗ്സിൽ ക്യാൻഡിൽസ് വെച്ച് റെഡിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ. കാരണം നൈറ്റ് ഇൻ പെട്ര എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, രാത്രിയിലെ പെട്ര. അത് വളരെ മനോഹരമെന്നാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. പെട്രയിലേക്കുള്ള എൻട്രി ഫീസ് ഇത്തിരി കോസ്റ്റ്ലിയാണ്. 50 ജോർദാൻ ദിനാറാണ്. ഇറ്റ്സ് ലൈക്ക് 280 സൗദി റിയാൽസ്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.